ദൈവനാമത്തിന് മഹത്വം. ഈ ദിവസങ്ങളിൽ നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ തുറക്കപ്പെട്ട തിരുവെഴുത്തിൻ്റെ മുമ്പാകെ കർത്താവ് നമ്മോട് സംസാരിക്കുന്നത് കേട്ട് ഹൃദയം ആനന്ദമുള്ളതായി തീരുവാനും കർത്താവിന് വേണ്ടി പ്രശോഭിക്കുവാനുള്ള ആഗ്രഹത്തോടെ തുടരുവാനും കർത്താവ് കൃപ ചെയ്യുന്നത് കൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചത് ദിവ്യ സ്വഭാവം ദൈവസഭയിൽ. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലെ ആവർത്തനത്തിലൂടെ കടന്നു പോകുവാൻ ഇന്ന് ആഗ്രഹിക്കുന്നില്ല. വിശദമായ വിവരണങ്ങളും വിശദീകരണങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ ആ വിഷയത്തെ സംബന്ധിച്ച് കൃപയാൽ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് പ്രയോജനകരമാക്കി കർത്താവ് തീർക്കും എന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഇന്ന് ത്രിയേക ദൈവത്തിൻ്റെ മഹത്വം, ആ സ്വഭാവം ദൈവസഭയിൽ വെളിപ്പെട്ടതിനെക്കുറിച്ച്, ഇന്ന് വെളിപ്പെടുന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അവരുടെ ഐക്യതയും തുല്യതയും, ത്രിയേക ദൈവത്തിൻ്റെ ഐക്യതയും തുല്യതയും ദൈവസഭയിൽ എന്നതായിരുന്നു നാം ആദ്യ ദിവസം ചിന്തിച്ചത്. ത്രിയേക ദൈവത്തിൻ്റെ സ്നേഹം, ആ ദിവ്യ സ്വഭാവം ദൈവസഭയിൽ, അതായിരുന്നു കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചത്. ഇന്ന് ത്രിയേക ദൈവത്തിൻ്റെ മഹത്വം, അത് ദൈവസഭയിൽ. ഈ ഭാഗം ചിന്തിക്കുമ്പോൾ അല്പം ഉൾഭയത്തോടുകൂടെയാണ് ഈ വിഷയത്തെ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. കാരണം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹത്വം, അതിൻ്റെ മനോഹാരിത, അത് ഇവിടെയും നിത്യതയിലും പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ള സത്യം നമ്മുടെ മുമ്പാകെ ഉണ്ട്. അതുകൊണ്ട് തന്നെ തിരുവെഴുത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ആ സ്വഭാവം എങ്ങനെയാണ് ദൈവസഭയിൽ അന്ന് പ്രകടമായത്, അതൊന്ന് ചിന്തിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യമിടുന്നത്. കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിന് പ്രാർത്ഥനയോടെ കർത്തൃസന്നിധിയിൽ നമുക്ക് ഇരിക്കാം. ത്രിയേക ദൈവത്തിൻ്റെ മഹത്വം, ദൈവസ്വഭാവം, അതിനെ നാം ചിന്തിക്കുമ്പോൾ വാക്യങ്ങൾ എടുത്തു വായിക്കാതെ പറഞ്ഞ് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. എഫേസ് ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ മഹത്വത്തിൻ്റെ പിതാവ് എന്ന് പിതാവായ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അനേക വാക്യങ്ങൾ അതിനോട് ചേരുന്നതുണ്ട്. ഞാൻ 1-2 വാക്യങ്ങൾ മാത്രം സൂചിപ്പിച്ചു പോകുകയാണ്. രണ്ടാമത് കൊലോസ്യ ലേഖനം 1:27 ക്രിസ്തു ആ മഹത്വമുള്ളവനാണെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 14-ാം വാക്യത്തിൽ ആ മഹത്വം പരിശുദ്ധാത്മാവിനുണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവാം ദൈവം മഹത്വമുള്ള ദൈവമാണെന്ന് ഈ വാക്യങ്ങളിലൂടെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. നാം കർത്താവിനെ ആരാധിക്കുന്ന വേളകളിലൊക്കെ കർത്താവിൻ്റെ മഹത്വം, പിതാവായ ദൈവത്തിൻ്റെ മഹത്വമൊക്കെ ദർശിച്ച്, കർത്താവിൻ്റെ മഹത്വമൊക്കെ ദർശിച്ച് കർത്താവിനെ ആരാധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിശദീകരണത്തിൻ്റെ ആവശ്യകത ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയത്തിൽ മാത്രം നിന്നുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ദിവ്യ സ്വഭാവം ദൈവസഭയിൽ എങ്ങനെ വെളിപ്പെട്ടു എന്നത് ചിന്തിക്കുമ്പോൾ അതിന് നമുക്ക് ലഭ്യമാകുന്ന പ്രാരംഭ മാതൃക, അത് നമ്മുടെ കർത്താവിലാണ്. കർത്താവിലൂടെയാണ് എങ്ങനെയാണ് പിതാവിന് മഹത്വം ഉണ്ടായത്, അതേപോലെ ദൈവസഭയിൽ ദൈവജനത്തെ കൊണ്ട് ത്രിയേക ദൈവത്തിന്, പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവാം ദൈവത്തിന് മഹത്വം ഉണ്ടാകണം. അതാണ് അതിൻ്റെ ആശയം. അതുകൊണ്ട് പുത്രൻ എങ്ങനെയാണ് പിതാവിനെ മഹത്വപ്പെടുത്തിയത്, പിതാവ് എങ്ങനെയാണ് പുത്രനെ മഹത്വപ്പെടുത്തിയത്, പരിശുദ്ധാത്മാവാം ദൈവം എങ്ങനെയാണ് പിതാവിനെയും പുത്രനെയും മഹത്വപ്പെടുത്തുന്നത്, ഈ വാക്യങ്ങളൊക്കെ പല നിലകളിൽ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചില സൂചനകൾ മാത്രം പറഞ്ഞ് മുൻപോട്ട് പോകട്ടെ. യഥാർത്ഥത്തിൽ മഹത്വപ്പെടുത്തുക എന്ന വാക്ക് നാം പരിശോധിച്ചാൽ നിരവധി ആശയങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിലൊരു വാചകം ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അത് ഇങ്ങനെയാണ്: മറ്റുള്ളവരുടെ മുൻപിൽ ജീവിതം
സംസാരം, പ്രവൃത്തി എന്നിവ കൊണ്ട് ദൈവത്തെ ഉയർത്തുക എന്നതാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. മനുഷ്യരുടെ മുമ്പാകെ ജീവിതം കൊണ്ടും സംസാരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ദൈവത്തെ ഉയർത്തുന്നതാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുക, അല്ലെങ്കിൽ ആ ദിവ്യ സ്വഭാവം ജീവിതത്തിൽ പ്രകടമാക്കുക എന്ന് പറയുന്നതിൻ്റെ ആശയം. പ്രിയമുള്ളവരെ, ആ നിലയിൽ നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ ആദിമസഭയിൽ ഉണ്ടായിരുന്നത് പോലെ ദൈവമഹത്വത്തിനായിട്ട് നാം നിന്നാൽ നമ്മുടെ ജീവിതങ്ങൾ ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടും. ഒടുവിൽ ഞാൻ ആ ആശയത്തിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ വിഷയം പറഞ്ഞ് മുൻപോട്ട് പോകട്ടെ. അപ്പോൾ ത്രിയേക ദൈവം മഹത്വമുള്ള ദൈവമാണ്. ആ ദൈവം, ത്രിയേക ദൈവം അന്യോന്യം, പിതാവ് പുത്രനെയും പുത്രൻ പിതാവിനെയും പരിശുദ്ധാത്മാവ് പിതാവിനെയും പുത്രനെയും ഒക്കെ മഹത്വപ്പെടുത്തുന്നുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. ഒന്ന് രണ്ട് വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. പിതാവ് മഹത്വം അർഹിക്കുന്നവനാണ്. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 1:17 6:16 ഈ പിതാവിന് മഹത്വം അർപ്പിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്തുന്നുണ്ട്. അർത്ഥാൽ മഹത്വം അർഹിക്കുന്ന ദൈവം എന്നാണ് അതിൻ്റെ ആശയം. ആ ദൈവം പുത്രനെ മഹത്വപ്പെടുത്തുന്നുണ്ട്. അത് പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ഒന്ന് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. 2-ാം സങ്കീർത്തനം 7-ാം വാക്യം, അവിടെ പിതാവായ ദൈവം പുത്രനെ മഹത്വപ്പെടുത്തുന്നത് നമുക്ക് കാണാം. ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു, യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ സ്വർഗത്തിലെ പിതാവ് പുത്രനെ ഇവിടെ മഹത്വപ്പെടുത്തുകയാണ്. നാം സങ്കീർത്തനത്തിൽ തുടരുമ്പോൾ മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനായി വരുന്ന നമ്മുടെ കർത്താവിനെക്കുറിച്ച് പിതാവായ ദൈവം പ്രഖ്യാപിക്കുന്ന വാക്ക് ശ്രദ്ധിച്ചാൽ അവിടെ 110:1 യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്ത് ഇരിക്ക. അപ്പോൾ ഈ വാക്യങ്ങളിലൂടെയെല്ലാം, ഇതിനോട് ബന്ധപ്പെട്ട പല വാക്യങ്ങളുണ്ട്, ഈ വാക്യങ്ങളിലൂടെയെല്ലാം പിതാവായ ദൈവം പുത്രനെ മഹത്വപ്പെടുത്തുന്നതായി നമുക്ക് കാണാം. എബ്രായ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ കഷ്ടാനുഭവ മരണത്തിന് ശേഷമുള്ള കാര്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. 2:9 2-ാം ഭാഗം, യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. ഇത് പിതാവ് നൽകുന്ന മഹത്വമാണ്. അപ്പോൾ പുത്രനെ മഹത്വപ്പെടുത്തുന്ന പിതാവ്. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 1:17 പത്രോസ് അപ്പോസ്തലൻ ഒരു സാക്ഷ്യവാക്ക് പറയുന്നു. അത് ഇങ്ങനെയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിങ്കൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു. അപ്പോൾ ഇവിടെ മറുരൂപമലയിലെ മത്തായി 17 സംഭവത്തെ പത്രോസ് അപ്പോസ്തലൻ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നു, പിതാവ് പുത്രനെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ദിവ്യ സ്വഭാവമാണത്. പിതാവായ ദൈവം പുത്രനെ മഹത്വപ്പെടുത്തുകയാണ്. ഇനി പുത്രനോ? യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യത്തിൽ പുത്രനായ കർത്താവ് പിതാവിനെ എങ്ങനെയാണ് മഹത്വപ്പെടുത്തുന്നത് എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. 17:4 ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി. അപ്പോൾ 33.5 വർഷത്തെ ജീവിതം, ആ ജീവിതത്തിൻ്റെ ഒടുവിലത്തെ സന്ദർഭങ്ങളിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവ് പറയുകയാണ്, പിതാവേ, ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് ഈ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി. അപ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ ആകത്തുക ഒറ്റ വാചകത്തിൽ സംക്ഷേപിച്ച് നമ്മുടെ കർത്താവ് പറയുന്നു, പിതാവേ, ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി. എങ്ങനെയാണ് ആ ജീവിതം കൊണ്ട് മഹത്വപ്പെടുത്തിയത്? ഈ 17-ാം അധ്യായം 4-ാം വാക്യത്തിൽ അതിൻ്റെ തുടർച്ചയിൽ നാം വായിക്കുന്നു, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. അപ്പോൾ പിതാവേ, ഞാൻ നിന്നെ മഹത്വപ്പെടുത്തിയത്
നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി പൂർത്തീകരിച്ചുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ, പിതാവേ, എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി. കർത്താവ് കൊടുത്ത, പിതാവായ ദൈവം കർത്താവിന് കൊടുത്ത എല്ലാ കൽപ്പനകളും ഒരു വ്യത്യാസവും കൂടാതെ കൃത്യമായി നിറവേറ്റിയതിലൂടെ പിതാവിനെ മഹത്വപ്പെടുത്തിയെന്ന് കർത്താവ് ഇവിടെ പ്രഖ്യാപിക്കുന്നു. പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ കർത്താവിൻ്റെ വാക്കൊന്ന് നോക്കിക്കേ. പൂർണ്ണമായി പിതാവിനെ മഹത്വപ്പെടുത്തിയ ജീവിതമായിരുന്നു കർത്താവിൻ്റേത്. പോരാ, പിന്നെയും നാം ശ്രദ്ധിക്കുമ്പോൾ 17-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെ, കർത്താവിൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയാണല്ലോ 17-ാം അധ്യായം. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ പലതും നാം ശ്രദ്ധിച്ചാൽ പിതാവിനെ മഹത്വപ്പെടുത്തുന്നതാണ്. 17-ന്റെ 1-ൽ നാം വായിക്കുന്നു, പിതാവേ, നാഴിക വന്നിരിക്കുന്നു. അപ്പോൾ പൂർണ്ണമായി പിതാവിനെ മഹത്വപ്പെടുത്തുവാനുള്ള നാഴിക വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ പ്രാർത്ഥനയിലുടനീളം പിതാവിനെ മഹത്വപ്പെടുത്തുക. അപ്പോൾ ജീവിതം കൊണ്ട് പിതാവിനെ മഹത്വപ്പെടുത്തുന്നു, പ്രാർത്ഥനയിലൂടെ പിതാവിനെ മഹത്വപ്പെടുത്തുന്നു. എബ്രായ ലേഖനം 5:5 നാം വായിക്കുന്നതനുസരിച്ച് മഹാപൗരോഹിത്യ ശുശ്രൂഷയിലൂടെ പിതാവിനെ മഹത്വപ്പെടുത്തുന്നു. അപ്പോൾ എല്ലാ വിധത്തിലും തന്നെ ഏൽപ്പിച്ച ജീവിതം, പുത്രനെ ഏൽപ്പിച്ച പ്രാർത്ഥന, പുത്രനെ ഏൽപ്പിച്ച ശുശ്രൂഷ, ഇതിലൂടെ എല്ലാം പിതാവായ ദൈവത്തെ പുത്രൻ മഹത്വപ്പെടുത്തുകയാണ്. ഒടുവിലായി തൻ്റെ മരണം കൊണ്ടും പിതാവിനെ മഹത്വപ്പെടുത്തുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 22:42 പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അപ്പോൾ മരണം കൊണ്ട് പിതാവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 17:5 നാം വായിക്കുന്നത്, ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തേണമേ. അപ്പോൾ ഇവിടെ പുത്രൻ ആഗ്രഹിക്കുന്നു, തൻ്റെ പ്രവൃത്തിയിലൂടെ ദൈവം ഇടപെട്ട് പിന്നെയും തന്നിലൂടെ പിതാവ് മഹത്വം എടുക്കണം. അതായിരുന്നു ഓരോ നിമിഷങ്ങളിലെയും കർത്താവിൻ്റെ ആഗ്രഹം. എബ്രായ ലേഖനം 2:9 വായിക്കുന്നതനുസരിച്ച് നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവ മരണം, ആ മരണത്തിലൂടെ പിതാവിനെ മഹത്വപ്പെടുത്തി. ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ, തൻ്റെ ജീവിതം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ശുശ്രൂഷ കൊണ്ടും മരണം കൊണ്ടും പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തിയ വ്യക്തി ആയിരുന്നു നമ്മുടെ കർത്താവ്. അപ്പോൾ ആ ദിവ്യ സ്വഭാവം, പിതാവിനെ മഹത്വപ്പെടുത്തുവാനുള്ള പുത്രൻ്റെ വലിയ ആഗ്രഹം, അത് ജീവിതത്തിലൂടെ, ശുശ്രൂഷയിലൂടെ, പ്രാർത്ഥനയിലൂടെ, മരണത്തിലൂടെ വെളിപ്പെടുത്തുകയാണ് പിതാവിനെ മഹത്വപ്പെടുത്തിയ പുത്രൻ. നാം അപ്പസ്തോല പ്രവൃത്തി 2:31-32, എഫേസ് ലേഖനം 1-ാം അധ്യായം 20 മുതൽ 25 വരെയുള്ള വാക്യങ്ങളും ഫിലിപ്പിയ ലേഖനം 2:9 വായിച്ചാൽ ഈ പിതാവായ ദൈവം പുത്രനായ കർത്താവിൻ്റെ ജീവിതം കണ്ടിട്ട് പുത്രനെ മഹത്വപ്പെടുത്തുന്നതായി നാം വായിക്കുന്നു. ഈ വേദഭാഗങ്ങളിലൂടെ നാം കടന്നുപോയാൽ പുത്രനെ പിതാവ് മഹത്വപ്പെടുത്തുകയാണ്. ഞാൻ ഈ നിമിഷം വരെ പറഞ്ഞത് പുത്രൻ പിതാവിനെ മഹത്വപ്പെടുത്തുന്നതിനെ കുറിച്ചാണ്. എന്നാൽ ഇപ്പോൾ പറഞ്ഞ വാക്യങ്ങൾ നമ്മുടെ പിതാവായ ദൈവം പുത്രനെ മഹത്വപ്പെടുത്തുകയാണ്. പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 31-32 വാക്യങ്ങൾ. അതിൽ 32-ാം വാക്യം ഇങ്ങനെയാണ്, ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പോൾ ഉയർത്തെഴുന്നേൽപ്പിച്ചതിലൂടെ പിതാവായ ദൈവം പുത്രനെ മഹത്വപ്പെടുത്തുകയാണ്. എഫേസ് ലേഖനം 1-ാം അധ്യായം 20 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെയും കർത്താവിൻ്റെ ഉയർപ്പിനെ കുറിച്ച് പറഞ്ഞിട്ട് പിതാവായ ദൈവം ഉയർത്തി എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും, അങ്ങനെ തുടരുകയാണ് ആ വാക്യം. അപ്പോൾ പിതാവായ ദൈവം പുത്രനെ ഏറ്റവും ഉയർത്തി മഹത്വപ്പെടുത്തുന്നതായി നാം ഈ വാക്യത്തിൽ വായിക്കുന്നു.
ഫിലിപ്പി ലേഖനം 2:9 സകല നാമത്തിനും മേലായ നാമം നൽകി എന്ന് നാം വായിക്കുന്നുണ്ട്. അപ്പോൾ പുത്രനെ മഹത്വപ്പെടുത്തുന്ന പിതാവ്. പ്രവൃത്തി 1:8 അനുസരിച്ചും മത്തായിയുടെ സുവിശേഷം 11 അനുസരിച്ചും 1 കൊരിന്ത്യർ 1 അനുസരിച്ചും പരിശുദ്ധാത്മാവായ ദൈവം പിതാവിനെയും പുത്രനെയും മനുഷ്യർക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് പിതാവിനെയും പുത്രനെയും മഹത്വപ്പെടുത്തുന്നു. പ്രവൃത്തി 1:8 നാം വായിക്കുന്നത് പോലെ ക്രിസ്തുവിൻ്റെ സാക്ഷിയായി നിൽക്കുന്നതിലൂടെ പുത്രനെയും പിതാവിനെയും പരിശുദ്ധാത്മാവ് മഹത്വപ്പെടുത്തുകയാണ്. ഇങ്ങനെ ത്രിയേക ദൈവം അന്യോന്യം മഹത്വപ്പെടുത്തുന്നു. ഈ ദിവ്യ സ്വഭാവം ദൈവസഭയിൽ പ്രകടമായത് നാം പ്രവൃത്തികളുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നാം ശ്രദ്ധിച്ചാൽ ഈ വിശ്വാസത്തിലേക്ക് വന്നയാളുകൾ നമ്മുടെ മനസ്സിൽ ഇതിരിക്കണം. പിതാവ് പുത്ര പരിശുദ്ധാത്മാവാം ദൈവം, അവർക്ക് മഹത്വം തനതായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ തന്നെ അവർ അന്യോന്യം മഹത്വപ്പെടുത്തുന്നുണ്ട്. അതിൽ ക്രിസ്തുവ് പിതാവിനെ മഹത്വപ്പെടുത്തിയതിനെ കുറിച്ച് നാം ചിന്തിച്ചപ്പോൾ ജീവിതം കൊണ്ടും ശുശ്രൂഷ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും മരണം കൊണ്ടുമാണ് പിതാവിനെ മഹത്വപ്പെടുത്തിയത് എന്ന് നാം ചിന്തിച്ചു. ഈ ക്രിസ്തുവിൻ്റെ അതേ മാതൃക പിന്തുടർന്നുകൊണ്ട് ദൈവസഭ അതേ സ്വഭാവം പ്രകടിപ്പിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയതായി, പിതാവ് പുത്ര പരിശുദ്ധാത്മാവാം ദൈവത്തെ മഹത്വപ്പെടുത്തിയതായി, ആ ദിവ്യ സ്വഭാവം അവരിലൂടെ പ്രകടമായതായി നാം ആദിമസഭയുടെ ചരിത്രത്തിലൂടെ മനസ്സിലാക്കുന്നു. എന്നാൽ ആ ചരിത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ദിവ്യ സ്വഭാവം അവരുടെ ഹൃദയങ്ങളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വ്യാപരിച്ചു എന്നുള്ള സത്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അവരുടെ ജീവിതം കൊണ്ട് അത് സാധിപ്പിച്ചു. എന്നാൽ പ്രിയമുള്ളവരെ, ഇവിടെ ഒരു കാര്യം പറഞ്ഞ് ആ വിഷയത്തിലേക്ക് തുടരുവാൻ ആഗ്രഹിക്കുന്നു. ഇവർ വ്യത്യസ്തരാണ്. 11 അപ്പസ്തോലർ, കർത്താവിൻ്റെ മരണ പുനരുത്ഥാനത്തിന് ശേഷം 11 പേർ, പിന്നീട് 120 പേർ, പിന്നീട് എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അത് 3000, പിന്നീട് അത് 5000, പിന്നെ എണ്ണിക്കൂടാത്ത പുരുഷാരം, സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്നുള്ളവർ കർത്താവിലേക്ക് വരുന്നതായി നാം വായിക്കുന്നുണ്ട്. അപ്പോൾ അതിന് കാരണം അന്നത്തെ ജനത്തിൻ്റെ നടുവിൽ വ്യത്യസ്ത മേഖലയിലുണ്ടായിരുന്നവർ, ഓരോരുത്തരും രാജ്യത്തിൻ്റെ നിയമങ്ങൾക്ക് വിധേയമായി ജോലി ചെയ്തിരുന്നവരും, അതുപോലെ അപ്പസ്തോലന്മാരെ പോലെ കർത്താവിനാൽ പ്രത്യേകം വിളിച്ച് വേർതിരിക്കപ്പെട്ടവരും, അതാത് സമയങ്ങളിൽ സുവിശേഷം കേട്ട് കർത്താവിലേക്ക് വന്നവരും, സമ്പന്നന്മാരും ദരിദ്രരും, അങ്ങനെ വ്യത്യസ്ത മേഖലയിലുള്ളവരായിരുന്നു കർത്താവിലേക്ക് വന്നതെന്ന് നാം ചരിത്രം നോക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാൽ അവിടെ ആ ദൈവസഭയിൽ ഈ ഒരു വ്യത്യസ്തതകളും ഉണ്ടായിരുന്നില്ല. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ടായിരുന്നു, പക്ഷെ അവരുടെ സ്വഭാവങ്ങളിലോ അന്യോന്യം മഹത്വപ്പെടുത്തുന്ന കാര്യത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കാര്യത്തിലും ഒരു ചിന്താക്കുഴപ്പമോ ഒരു വ്യത്യാസങ്ങളോ ഇല്ലാതെ അവർ ഒരുമിച്ച് നിന്നാണ് ആ കാര്യങ്ങൾ ചെയ്തിരുന്നതെന്ന് തിരുവെഴുത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ഈ ഭാഗം ചിന്തിക്കുമ്പോൾ പറയണമോ വേണ്ടയോ എന്നൊരു ചിന്ത എൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിലും പറയട്ടെ. ആ കാലഘട്ടത്തിലെ ദൈവജനത്തിൻ്റെ സ്വഭാവവും രീതികളും ആ ദിവ്യ സ്വഭാവം അവരിൽ വെളിപ്പെട്ടതുപോലെ എന്നിലും നിങ്ങളിലും കൃത്യമായി വെളിപ്പെട്ടാൽ വിശ്വാസികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതിന് ഒരു സംശയവും ഇല്ല. അത് നമ്മൾ കാതലായി ചിന്തിക്കണം. നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ അതൊന്ന് പതിയട്ടെ. അന്നത്തെ കാലഘട്ടത്തിൽ അവർ അവരുടെ ജീവിതം കൊണ്ടാണ് കർത്താവിനെ മഹത്വപ്പെടുത്തിയത്, അവരുടെ പ്രസംഗങ്ങൾ കൊണ്ടാണ് കർത്താവിനെ മഹത്വപ്പെടുത്തിയത്, അവരുടെ പ്രാർത്ഥനകൾ കൊണ്ടാണ് കർത്താവിനെ മഹത്വപ്പെടുത്തിയത്, അവരുടെ ശുശ്രൂഷകൾ കൊണ്ടാണ് കർത്താവിനെ മഹത്വപ്പെടുത്തിയത്. ഒടുവിൽ ചിന്തിച്ചാൽ അവരുടെ മരണം കൊണ്ടും അവർ കർത്താവിനെ മഹത്വപ്പെടുത്തുകയായിരുന്നു. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതം, കർത്താവിനെ അറിഞ്ഞ നാൾ മുതൽ ഇന്ന് വരെയുള്ള ജീവിതം ഞാനും നിങ്ങളും പരിശോധിക്കുമ്പോൾ, ഇന്നും ഈ ഭാഗം വായിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നപ്പോൾ കർത്താവ് ഹൃദയത്തിൽ ഇടപെട്ട പല വാക്യങ്ങളുണ്ട്. കർത്താവിൻ്റെ മുമ്പാകെ കർത്താവെ എന്തായിരുന്നു എൻ്റെ സ്ഥിതി എന്ന് വിലയിരുത്തുവാൻ കർത്താവ് എനിക്ക് അവസരം തന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ഈ സന്ദേശത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കാം. ത്രിയേക ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ടാണ് എന്നെയും നിങ്ങളെയും ഈ ഭൂമിയിൽ ആക്കി വച്ചിരിക്കുന്നത്. എഫേസ്യ ലേഖനം
ആ നിലയിൽ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ടാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ആ തിരിച്ചറിവ് ആദിമസഭയ്ക്കുണ്ടായിരുന്നത് കൊണ്ട് ആ ദിവ്യ സ്വഭാവം അവരിൽ പ്രകടമായി അവർ അത് വെളിപ്പെടുത്തി. അവരുടെ ജീവിതം ആകെ നാം പരിശോധിച്ചാൽ ദൈവ മഹത്വത്തിന് വേണ്ടി മാത്രമായിരുന്നു അവരുടെ ജീവിതം. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതം അതിനുവേണ്ടി മാത്രമായിരിക്കട്ടെ. കുറവുകൾ ഉണ്ടായിട്ടുണ്ടാകാം, പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അതെല്ലാം കർത്താവിൻ്റെ പാദങ്ങളിൽ വെച്ച് കൊടുത്തുകൊണ്ട് കർത്താവിനോട് ഇങ്ങനെ പറയാൻ നമുക്ക് കഴിയട്ടെ. കർത്താവേ, അങ്ങയുടെ സ്വഭാവം മഹത്വപ്പെടുത്തുക എന്നുള്ളതാണെങ്കിൽ എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതം കൊണ്ട് അങ്ങയുടെ നാമം ഉയരണം, അങ്ങയുടെ നാമം മഹത്വം എടുക്കണം. എൻ്റെ ഏക ലക്ഷ്യം അതുതന്നെയാണ് കർത്താവേ എന്ന് പറയുവാൻ നമുക്ക് കഴിഞ്ഞ് കർത്താവിൻ്റെ മുമ്പാകെ അങ്ങനെ പ്രാർത്ഥിച്ച് നാം മുന്നേറിയാൽ സ്വർഗം നമ്മെ ആദരിക്കും, അനുഗ്രഹിക്കും, തൻ്റെ മഹത്വത്തിനായിട്ട് നമ്മെ നിലനിർത്തും, ഉപയോഗിക്കും. പ്രിയമുള്ളവരെ, നമുക്ക് പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് വരാം. അവർ ഈ ദൈവ മഹത്വത്തിനായിട്ട് എങ്ങനെയാണ് നിലകൊണ്ടത്? ചില ഉദാഹരണങ്ങൾ മാത്രം ഒന്ന് സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പിതാവായ ദൈവത്തെ പുത്രൻ മഹത്വപ്പെടുത്തിയതുപോലെ ദൈവത്തെ പുത്രൻ്റെ മാതൃക വെച്ച് അവർ മഹത്വപ്പെടുത്തി. ആ ദിവ്യ സ്വഭാവം അവരിലേക്ക് പകരപ്പെട്ടു. ഉദാഹരണങ്ങളിലൂടെ, തിരുവെഴുത്തിൻ്റെ പല മേഖലകളിലൂടെ നമുക്കൊന്ന് പെട്ടെന്ന് കടന്നു പോകാം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം, ആ 1-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യവും 20-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം, 20-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗവും 21-ാം വാക്യവും വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. അവൻ്റെ അധ്യക്ഷസ്ഥാനം മറ്റൊരുത്തന് ലഭിക്കട്ടെ എന്നും എഴുതിയിരിക്കുന്നു. ആകയാൽ കർത്താവായ യേശു യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോകുന്ന കാലത്തെല്ലാം ഞങ്ങളോടുകൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളോടുകൂടെ അവൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷിയായി തീരണം. അപ്പോൾ ദിവ്യ സ്വഭാവം അവരിലേക്ക് വന്നപ്പോൾ അപ്പോസ്തലനായ പത്രോസ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നവരുടെ ഇടയിൽ പറയുന്നൊരു വാചകമാണ് ഇത്. പ്രിയമുള്ളവരെ, ഞങ്ങളിപ്പോൾ 11 പേരുണ്ട്. എന്നാൽ തിരുവെഴുത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഞങ്ങളുടെ കൂടെ ഒരുവൻ ഉണ്ടായിരുന്നു, അവൻ തൻ്റെ വാസസ്ഥലത്തേക്ക് പോയി, തൻ്റെ ഇഷ്ടപ്രകാരം പോയി. പക്ഷെ തിരുവെഴുത്ത് ഇതാണ്, മറ്റൊരുത്തൻ ആ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരണം, അത് ഒരു ആൾ വേണം. അത് അവരുടെ ഹൃദയാഗ്രഹമായിരുന്നു. അപ്പോൾ ഈ 11 പേരില്ലേ ഉണ്ട്, ഇവർക്ക് ആ ശുശ്രൂഷ ചെയ്തുകൂടെ? ചെയ്യാം. പക്ഷെ അവരുടെ ഹൃദയം ഒന്ന് ആലോചിച്ച് നോക്കി. കർത്താവിൻ്റെ വാക്കിൽ പറഞ്ഞ്, വചനത്തിൽ പറയുന്നതനുസരിച്ച് ആ സ്ഥാനം ഒരാൾക്ക് വേണം. പ്രിയമുള്ളവരെ, ഇതാണ് അവരുടെ മനസ്സ്. അതാണ് ആ മഹത്വപ്പെടുത്തുവാൻ അവർ തുല്യമായി നിന്നുകൊണ്ട് ഞങ്ങളെപ്പോലെ ഒരാൾ കൂടെ വചനപ്രകാരം വേണം എന്നുള്ള തുറന്ന മനസ്സ് അവർക്ക് എവിടുന്ന് ലഭിച്ചു? അവർക്ക് ഈ മഹത്വം തുടർച്ചയായി എടുത്ത് 11 പേർക്ക് തുടരാമായിരുന്നല്ലോ. അവരങ്ങനെ ചിന്തിക്കുന്നില്ല. അവർ കർത്താവിനോട് പറയുക, കർത്താവേ, നിന്റെ വചനത്തിൽ ഇങ്ങനെയുണ്ട്, അതുകൊണ്ട് മറ്റൊരാൾ വേണം. അവർ മറ്റുള്ളവരോട് പറയുന്നു, അത് പിന്നീട് പ്രാർത്ഥിക്കുന്നു. അത് അവിടെ വെളിപ്പെടുന്നത് എന്താ? അവർക്ക് അവരുടേതായ രീതിയിൽ തുടരാം. പക്ഷെ അതല്ല അതിലേക്ക് വചനപ്രകാരം ഒരാൾ കൂടെ വരണം. അതാണ് അവരുടെ ആഗ്രഹം. പ്രിയമുള്ളവരെ, അവർ മറ്റൊരാളെ മഹത്വപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. അതിലൂടെ ഈ തിരുവെഴുത്ത് നിവൃത്തീകരിക്കപ്പെടണം. അങ്ങനെ ദൈവത്തിൻ്റെ നാമം ഉയരണം, ദൈവത്തിൻ്റെ നാമം മഹത്വം എടുക്കണം. തിരുവെഴുത്ത് നിവൃത്തീകരിക്കുന്നതിലൂടെ ദൈവനാമം മഹത്വം എടുക്കണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. മറ്റൊരാൾക്കും കൂടെ ആ സ്ഥാനം കിട്ടാൻ, ആ മഹത്വം ആ വ്യക്തിക്കും കൂടെ ലഭിക്കട്ടെ, അപ്പസ്തോലിക സ്ഥാനം കിട്ടട്ടെ എന്നവർ ആഗ്രഹിച്ചിരുന്നു. പ്രിയമുള്ളവരെ, ഇതേ ചിന്ത എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ എപ്പോഴും ഇരിക്കട്ടെ. തിരുവെഴുത്തിലെ വ്യവസ്ഥയ്ക്കനുസരിച്ച് ഓരോ വിശ്വാസികളും നിലനിൽക്കണമെന്നുള്ള ആഗ്രഹവും അതിലൂടെ ദൈവം മഹത്വമെടുക്കണമെന്നുള്ള ആഗ്രഹവും ആ ശുശ്രൂഷകന്മാർക്ക്, അപ്പസ്തോലന്മാർക്ക് ഉണ്ടായിരുന്നതുപോലെ, പ്രിയമുള്ളവരെ, ആ ദിവ്യ സ്വഭാവം അവർ വെളിപ്പെടുത്തിയതുപോലെ നമ്മിലും വെളിപ്പെടട്ടെ. മറ്റുള്ളവരും കൂടെ ദൈവത്താൽ ആക്കപ്പെടുന്നവരും കൂടെ ഈ ശുശ്രൂഷയിലേക്ക്, ദൈവമേൽപ്പിക്കുന്ന മഹത്വകരമായ വേലയിലേക്ക്, ദൈവസഭയുടെ ശുശ്രൂഷകളിലേക്ക് കടന്നു വരുവാനുള്ള വലിയ ആഗ്രഹം അവർക്കുണ്ടായിരുന്നത് പോലെ ഇന്ന് ദൈവത്താൽ ആക്കപ്പെടുന്നവർ എഴുന്നേൽക്കുവാനുള്ള മനസ്സ് അവർക്കുണ്ടായിരുന്നത് പോലെ നമുക്കും ഉണ്ടായാൽ നമ്മുടെ സഭകളെല്ലാം ആ ദിവ്യ സ്വഭാവം വെളിപ്പെടുന്ന സഭകളായിരിക്കും. ആ നിലയിൽ ആദിമസഭയിൽ നാം
അത് കാണുന്നു. അതുകൊണ്ട് തന്നെ അവർ പിന്നീട് തിരുവെടുത്ത് നിങ്ങളൊന്ന് വായിച്ചാൽ പന്തിരുവർ എന്നുള്ള വാക്കാണ് പിന്നീട് കൂടെ അത് പരാമർശിക്കപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം കാണുന്നത്. 11 പിന്നീട് തെരഞ്ഞെടുത്ത ഒരാളുമെന്നല്ല, പന്തിരുവർ. പ്രിയമുള്ളവരെ, ആ തുല്യ സ്ഥാനം അവർ കൊടുക്കുന്നതായി നാം കാണുന്നു. അതാണ് പുത്രന്റെ സ്വഭാവം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കർത്തൃപ്രാർത്ഥനയിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. പിതാവിനോട് പുത്രൻ പറയുക, എൻ്റെ മഹത്വം അവർക്ക് കൊടുക്കേണ്ടതിന്. അതേ ചിന്തയാണ് ഇവിടെ ഈ ശിഷ്യന്മാർക്കുള്ളത്. ഞങ്ങൾക്ക് ലഭിച്ച അതേ സ്ഥാനത്തേക്ക് മറ്റൊരാൾ പ്രിയമുള്ളവരെ, ആ ദിവ്യ സ്വഭാവം അവരവിടെ പ്രകടിപ്പിക്കുന്നതായി കാണുന്നു. ശുശ്രൂഷയിലേക്ക് മറ്റൊരാളും കൂടെ, വചനപ്രകാരമാണ്, ആ വചനപ്രകാരം ഒരാളും കൂടെ വരാൻ അവർ ആഗ്രഹിക്കുന്നു. ആ ദിവ്യ സ്വഭാവം അവർ വെളിപ്പെടുത്തുകയാണ്, പ്രകടിപ്പിക്കുകയാണ്. രണ്ടാമത്തെ ഭാഗം നാം നോക്കിയാൽ, ഈ അപ്പസ്തോലന്മാരുടെ ജീവിത രീതികൾ മുൻപോട്ട് പോകുമ്പോൾ അവർ ഓരോരോ മേഖലകളിലും അത് വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പസ്തോല പ്രവൃത്തി 2-ാം അധ്യായം 14-ാം വാക്യം, അവിടെ നമുക്കറിവുള്ളതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവ് നൽകിയ ഭാഷകൾ അവർ സംസാരിക്കുകയാണ്. ഇത് കേട്ട സമൂഹം അവരെക്കുറിച്ചൊരു പരാമർശം നടത്തുന്നുണ്ട്. അവർ വീഞ്ഞു കുടിച്ചവരാണെന്ന് പറഞ്ഞ് അവരെ പരിഹസിക്കുന്നുണ്ട്. എന്നാൽ 14-ാം വാക്യം നോക്കുക. പത്രോസ് എഴുന്നേറ്റ് നിന്ന് അവിടെ പ്രസംഗിക്കുകയാണ്, ശരി തന്നെ, പക്ഷെ അവിടെ ഒരു ആശയം നമുക്ക് കാണാം. പത്രോസ് എഴുന്നേറ്റ് നിന്നിട്ട് അവരെ ചേർത്ത് പിടിച്ച് ഒരുമിച്ച് നിന്നുകൊണ്ട് സംസാരിക്കുക. ഇവര് അങ്ങനെയുള്ളവരൊന്നും അല്ല. ഇപ്പോൾ ഈ സമയമായതല്ലേ ഉള്ളൂ. പ്രിയമുള്ളവരെ, തൻ്റെ സഹപ്രവർത്തകരെ സമൂഹം പരിഹസിക്കുന്നത് കണ്ടപ്പോൾ അവരെ ചേർത്ത് പിടിച്ച് ഒരുമിച്ച് നിൽക്കുന്ന പത്രോസിനെ നമുക്ക് കാണാം. ഈ സ്വഭാവം പത്രോസിന് എവിടുന്ന് ലഭിച്ചു? യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ തളർന്നും തകർന്നും പോയ പത്രോസിനെ ചേർത്ത് പിടിച്ച, ശുശ്രൂഷയിലേക്ക് കൊണ്ടുവന്ന ആ കർത്താവിൻ്റെ സ്വഭാവം ഹൃദയത്തിൽ പരിലസിച്ചപ്പോൾ പത്രോസ് എഴുന്നേറ്റ് നിന്ന് അവരെ ചേർത്ത് പിടിക്കുക. സഹോദരന്മാരെ, നിങ്ങൾ പറയുന്നത് പോലെ ഇവരങ്ങനെയൊന്നും ചെയ്യുന്നവരല്ല. ഞങ്ങൾ ഈ ചെയ്യുന്നത് ദൈവത്താലാണ്. അവരെ മാറ്റി നിർത്തുകയല്ല, അവരെ ചേർത്ത് പിടിച്ച്. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ മുൻപോട്ട് പോകുമ്പോൾ മറ്റുള്ളവർ ദൈവജനത്തെ പരിഹസിക്കുന്നത് കാണുമ്പോൾ ആ പരിഹാസത്തിന് വിധേയപ്പെടുന്ന ദൈവജനത്തെ ചേർത്ത് പിടിക്കുന്നതാണ് ആ ദിവ്യ സ്വഭാവം. അത് പത്രോസ് ഇവിടെ പ്രകടിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് സഹവിശ്വാസികളെ ചേർത്ത് പിടിക്കുവാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നയും പരിഹാസവും ഏറ്റുനിൽക്കുന്ന സഹവിശ്വാസികളെ ചേർത്ത് പിടിക്കുവാൻ കഴിയുന്നതാണ് ദിവ്യ സ്വഭാവം. അത് നമ്മുടെ ഹൃദയത്തിലേക്ക് പകരപ്പെടുമ്പോൾ അത് മറ്റുള്ളവർ കാണുക. പിന്നീട് ആ പരിഹാസത്തിൻ്റെ വാക്ക് അവരാരും ഉപയോഗിക്കുന്നതായി നാം കാണുന്നില്ല. പത്രോസിൻ്റെ വാക്ക് യോഗ്യമായിരുന്നു, യുക്തമായിരുന്നു, പ്രയോജനകരമായിരുന്നു. അതേ നിലയിൽ നമ്മുടെ സഭയിലുള്ള ആരെങ്കിലും ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി, അവർ കർത്താവിൻ്റെ കാര്യത്തിൽ ഇടപെട്ടതിനെ പ്രതി, കർത്താവിൻ്റെ ശുശ്രൂഷയോ വിശ്വാസ ജീവിതം നയിക്കുന്നതിൻ്റെയോ പേരിൽ നിന്ദയ്ക്കും പരിഹാസത്തിനും പാത്രീഭൂതരാകുന്നെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുന്നത് ദിവ്യ സ്വഭാവം പ്രകടിപ്പിക്കുന്നത് ആണ്. പ്രിയമുള്ളവരെ, നമ്മുടെ സഭാ ചരിത്രം നാം പരിശോധിച്ചാൽ, പ്രത്യേകിച്ച് ബ്രദറൻ സമൂഹത്തിൻ്റെ ചരിത്രം നാം പരിശോധിച്ചാൽ, ആദിമ സഭകളിൽ ഏതെല്ലാം പ്രശ്നങ്ങളിലൂടെ പോയപ്പോഴും അവർ ഒരുമിച്ച് ചേർന്ന് നിന്ന് കർത്താവിന് വേണ്ടി നിലനിന്നതായി കാണുന്നു. ഞാൻ കേട്ടിട്ടുള്ള മറ്റൊരു ദൈവദാസൻ പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു സംഭവം ഇതിനോട് ചേർത്ത് പറയട്ടെ. അങ്കമാലിയിൽ നായത്തോട് ഭാഗത്ത് ഒരു കുടുംബം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്നു. ഇന്നത്തെ പോലെ കാറ്ററിംഗ് സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കാലം. അന്ന് ആ ഭവനത്തിൽ ഒരു വിവാഹം നടക്കുകയാണ്. സാധാരണ ഈ ഗ്രാമപ്രദേശങ്ങളിൽ അന്നുള്ള രീതി, തലേ ദിവസം എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കൊണ്ടുവരും. രാത്രിയിൽ ഒരുമിച്ചിരുന്ന് അയൽവക്കംകാരെല്ലാവരും ചേർന്ന് ഒരുമിച്ചിരുന്ന്
ഭക്ഷണത്തിന് വേണ്ടിയ ഒരുക്കമൊക്കെ നടത്തി രാവിലെ തന്നെ ഭക്ഷണ ക്രമീകരണങ്ങളെല്ലാം ചെയ്ത് സദ്യവട്ടങ്ങൾ ഒരുക്കി അങ്ങനെ വിവാഹത്തിലേക്ക് പോകുകയും അങ്ങനെയാണ് അന്നത്തെ കാര്യങ്ങൾ. എന്നാൽ ഇവർ വിശ്വാസത്തിലേക്ക് വന്നു എന്നതിൻ്റെ പേരിൽ ഈ സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ടുപോയി വെച്ചിട്ടും ഒരു മനുഷ്യർ അങ്ങോട്ട് അടുത്ത് ചെന്നില്ലെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അയൽവാസികളൊന്നും ചെന്നില്ല. വിശ്വാസത്തെ പ്രതി എല്ലാവരും ആ കുടുംബത്തെ തള്ളിക്കളഞ്ഞു. എന്നാൽ അങ്കമാലിയിലുള്ള ദൈവജനം ഈ കാര്യം കേട്ടു. രാത്രിയിൽ തന്നെ ആ ഭാഗത്തുള്ള ദൈവജനമെല്ലാം ഒരുമിച്ച് ആ വീട്ടിലേക്ക് ചെന്നു. അവിടെ ഒരുമിച്ച് അവർ ആ രാത്രിയിൽ ആ പാചകത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അന്ന് ഭക്ഷണമുണ്ടാക്കി പിറ്റേ ദിവസം ആ വിവാഹം ഏറ്റവും ഭംഗിയായി നിന്നു. സമൂഹം വിശ്വാസത്തിൽ വന്നതിൻ്റെ പേരിൽ ആ കുടുംബത്തെ തള്ളിക്കളഞ്ഞപ്പോൾ ദൈവജനം അവരെ ചേർത്ത് പിടിച്ചു. ഇങ്ങനെ എത്ര ഉദാഹരണങ്ങൾ നമ്മുടെ ദൈവജനത്തിൻ്റെ ഇടയിലുണ്ട്. അതൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ പത്രോസ് അവർ പരിഹസിക്കപ്പെട്ടപ്പോൾ അവരെ ചേർത്ത് പിടിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദിവ്യ സ്വഭാവമാണത്. നാം അന്വേഷിക്കണം, കണ്ടെത്തണം. വിശ്വാസത്തെ പ്രതി ഏതെങ്കിലും കുടുംബം, ഏതെങ്കിലും വ്യക്തികൾ പ്രതിസന്ധിയിലൂടെ പോകുന്നെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുന്നതായിരുന്നു അന്നത്തെ രീതിയെങ്കിൽ ഇന്നും അങ്ങനെ തന്നെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ആ ദിവ്യ സ്വഭാവം അവർ പ്രകടമാക്കി. മൂന്നാമത്തെ ആശയത്തിലേക്ക് വരട്ടെ. 2-ാം അധ്യായത്തിൻ്റെ 44-ാം വാക്യം, അത് മറ്റൊരു വിഷയത്തോട് ബന്ധപ്പെട്ട് നാം ചിന്തിച്ചിട്ടുള്ളതാണ്. 4:32 എടുക്കാതെ പറയാം. ഇവർ 3000 പേര് വിശ്വാസത്തിലേക്ക് വന്നു. ഈ 3000 പേര് വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ, 1-ാമത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ, എൻ്റേതെല്ലാം നിൻ്റേതാണ്. അവർക്ക് സ്വന്തമായി ഒന്നും പിടിച്ചു വെക്കാനില്ല. അവർ മറ്റുള്ളവരുടെ മഹത്വത്തിനും ദൈവത്തിൻ്റെ മഹത്വത്തിനും വേണ്ടി അവർക്കുള്ളതെല്ലാം നൽകുകയാണ്. മറ്റൊരു വാക്യത്തിലൂടെ, അതിനോട് ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു വാക്യത്തിലൂടെ പോകാൻ ആഗ്രഹിക്കുന്നു. ഈ വാക്യത്തിലേക്ക് പോകുമ്പോൾ ഒരു ആശയം പറയട്ടെ. ഇവർ കൊണ്ടുവന്ന് വെക്കുന്നത് അപ്പസ്തോലന്മാരുടെ കാൽക്കീഴിലാണ്. എന്നെ അത് വല്ലാതെ ചിന്തിപ്പിച്ചു. ഈ അപ്പസ്തോലന്മാരെ സംബന്ധിച്ച് നയാ പൈസ കയ്യിലെടുക്കാനുള്ളവരല്ല. പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം വായിക്കുമ്പോഴും പത്രോസിൻ്റെ വാക്കിൽ അതുണ്ട്. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല. 3.5 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് അവരെ വിളിച്ച് വേർതിരിച്ചപ്പോൾ സകലവും വിട്ട് അനുഗമിച്ചവരാണവർ. കർത്താവിനെ അനുഗമിച്ചവരാണ്. അവർക്ക് സ്വന്തമായി ഒന്നുമില്ല. പക്ഷെ ഇവിടെ ഈ വിശ്വാസികൾ ദിവ്യ സ്വഭാവം അവരുടെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ ഒന്നുമില്ലാത്തവരുടെ കാൽക്കൽ കൊണ്ടുപോയി അത് വെക്കുവാൻ കാണിച്ച ആ മനസ്സ് അവർക്ക് എവിടുന്ന് ലഭിച്ചു? ലഭിച്ചത് കർത്താവിൻ്റെ പാദങ്ങളിൽ നിന്നാണ്. ഒന്നുമില്ലാത്ത ഇവരെ ചേർത്ത് പിടിച്ച കർത്താവിൻ്റെ അതേ സ്വഭാവം. എങ്ങനെ? കർത്താവ് ഇവരെ പരിപാലിക്കുന്നു, സൂക്ഷിക്കുന്നു. കർത്താവ് കൊടുത്തതാണ് ഇത്. അത് കർത്താവിനുള്ളതാണ്. ഞങ്ങൾക്ക് ലഭിച്ചത് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ, അപ്പസ്തോലന്മാർക്കുണ്ടോ ഇല്ലയോ, അത് ഞങ്ങളുടെ വിഷയമല്ല. ഞങ്ങൾക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തണം. ഇപ്പോൾ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ കൈവശമുള്ളത് ഇതാ, ഈ സമ്പത്താണ്. ഇത് കർത്താവിന് വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്നു. അതിലൊരു പരാമർശം കൂടെ ചേർത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, 4-ാം അധ്യായത്തിൻ്റെ 34 മുതലുള്ള വാക്യങ്ങളിൽ മുട്ടുള്ളവനാരും അവരിൽ ഉണ്ടായിരുന്നില്ല. നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥന്മാരായവർ ഒക്കെയും അവയെ വിറ്റ് വില കൊണ്ടുവന്ന് അപ്പസ്തോലന്മാരുടെ കാൽക്കൽ വെക്കും. പിന്നെ ഓരോരുത്തന് അവനവൻ്റെ ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുക്കും. പ്രബോധനപുത്രൻ എന്ന അർത്ഥമുള്ള ബർണബാസ് എന്ന് അപ്പസ്തോലന്മാർ മറുപേർ വിളിച്ച കുപ്രദ്വീപുകാരനായ യോസേഫ് എന്നൊരു ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പസ്തോലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോൾ എല്ലാവരും, അവിടെ ഒരു വ്യത്യാസമില്ല. ഞാനത് പറയാനൊരു കാരണം, ലേവ്യർക്ക് ബാക്കി 11 ഗോത്രങ്ങളുടെ അവകാശത്തിൽ നിന്ന് വേർതിരിച്ചു കൊടുത്തിരിക്കുന്നതാണ് അവരുടെ സ്ഥലം. യോശുവയുടെ പുസ്തകം 21-ാം അധ്യായത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നെഹമ്യാവിൻ്റെ പുസ്തകം നാം വായിച്ചാൽ, ദൈവാലയ എസ്രയുടെ പുസ്തകത്തിലൊക്കെ നമ്മൾ പരാമർശം കാണുന്നുണ്ട്. ഇസ്രയേലിയർ വേണ്ട വിധത്തിൽ ലേവ്യരെ പരിഗണിക്കാതിരുന്നപ്പോൾ അവർ അവരുടെ നിലങ്ങളിലേക്ക് പോയി അധ്വാനിക്കുവാൻ പോയെന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ലേവ്യനെ സംബന്ധിച്ച് അവൻ്റെ ഉപജീവനമാണിത്. അവന് ലഭിച്ചിരിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് അവൻ്റെ ജീവിത മാർഗമാണ്. മറ്റവരും അങ്ങനെ തന്നെ. ഞാനതാ ഉദ്ദേശിക്കുന്നത്. ഈ മനുഷ്യനുള്ളതും മുഴുവൻ കൊണ്ടുവന്ന് അപ്പസ്തോലന്മാരുടെ കാൽക്കീഴിൽ വെക്കുന്നു. ഏക ലക്ഷ്യം ദൈവത്തിൻ്റെ മഹത്വം. പ്രിയമുള്ളവരെ, ഇന്നും ഞാനും നിങ്ങളും
ആ ഒരു രീതി ദൈവസഭയിൽ ഇല്ലെങ്കിലും നമ്മൾ കർത്താവിന് കൊടുക്കുന്ന കാര്യത്തിൽ പൂർണ്ണ മനസ്സ്, അവർക്കുണ്ടായിരുന്ന അതേ മനസ്സ്, മുട്ടുള്ളവൻ ആരും ഉണ്ടായിരുന്നില്ല. തുറന്ന മനസ്സ്, അതാണ് ദിവ്യ സ്വഭാവം. കർത്താവ് കരം കൊടുക്കുവാൻ കാശില്ലാതിരുന്നപ്പോൾ പത്രോസിനോട് പറഞ്ഞു, നീ പോയി ചൂണ്ടലിട്, നാണയം കിട്ടും, നിനക്കും എനിക്കും വേണ്ടി കൊടുത്തേര്. അതല്ലേ ആ ദിവ്യ സ്വഭാവം. കർത്താവിന് വേണ്ടി മാത്രമല്ല, പത്രോസിന് വേണ്ടിയും കൊടുത്ത ആ സ്വഭാവം ഇവിടെ ശിഷ്യഗണം പാലിക്കുകയാണ്. അവർക്കെല്ലാം തുല്യം, എല്ലാവർക്കും തുല്യം, അവർ എല്ലാം കൊണ്ടുവന്ന് വെക്കുന്നു. പ്രിയമുള്ളവരെ, ഞങ്ങൾക്കുള്ളത് കർത്താവിൻ്റെ മഹത്വത്തിനാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്കിപ്പോൾ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ലഭിച്ചതെല്ലാം, പഴയ നിയമമുണ്ട്, വിൽക്കരുത് എന്നൊക്കെയുണ്ട്, ഇതൊന്നും ഒരിക്കലും ഞങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല. ഒരിക്കലും ഞങ്ങൾക്ക് സ്വപ്നം പോലും കാണാൻ പറ്റില്ല. ഇത് ഞങ്ങളുടെ കൈകളിലേക്ക് മടങ്ങി വരില്ല. പക്ഷെ ഞങ്ങൾക്കത് വേണ്ട. അത് ദൈവ മഹത്വത്തിനായിട്ട് ഞങ്ങൾ നൽകുന്നു. പിതാവിനു വേണ്ടി പുത്രൻ സ്വയം സമർപ്പിച്ചതുപോലെ ഈ വിശ്വാസ സമൂഹം അവർ സ്വയം കർത്താവിന് വേണ്ടി സമർപ്പിച്ചപ്പോൾ അതിൻ്റെ തെളിവായി അവർക്കുള്ളതെല്ലാം ആ ദിവ്യ സ്വഭാവം അവർ പ്രകടമാക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം കർത്താവിന് വേണ്ടി കൊടുക്കുമ്പോൾ തുറന്ന മനസ്സോടെ, കർത്താവിന് വേണ്ടി പ്രയത്നിക്കുമ്പോൾ തുറന്ന മനസ്സോടെ, ഏറ്റക്കുറച്ചിലില്ലാതെ, വ്യത്യസ്തതകളില്ലാതെ, എനിക്കുള്ളതെല്ലാം എൻ്റെ കർത്താവിന്, എൻ്റെ ജീവിതം, എൻ്റെ സ്വത്ത്, എൻ്റെ അവസ്ഥ, ഇതെല്ലാം എൻ്റെ കർത്താവിനാണ്. അതാണ് ആദിമസഭയുടെ സ്വഭാവം. പ്രിയരെ, അത് കരുതിക്കൊള്ളുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പിന്നീട് നാം തിരുവെഴുത്തിലൂടെ കടന്നു പോകുമ്പോൾ അവർ എല്ലാം കർത്താവിന് കൊടുത്തു. പിതാവായ ദൈവത്തിന് പുത്രൻ സ്വയം സമർപ്പിച്ചതുപോലെ ശിഷ്യഗണം, ആദിമസഭ തങ്ങൾക്കുള്ളതെല്ലാം ദൈവത്തിന് നൽകിയതായി നാം വായിക്കുന്നു. പിന്നീട് നോക്കുക, പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം 4-ാം വാക്യം. അവിടെ പത്രോസും യോഹന്നാനും കൂടെ ദേവാലയത്തിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുന്ന സമയത്ത് നമുക്കറിയാം, 2-ാം അധ്യായത്തിലെ പ്രസംഗം പത്രോസിൻ്റേതാണ്. ആ പ്രസംഗത്തിലൂടെ 3000 പേര് രക്ഷിക്കപ്പെട്ടു. ആ പത്രോസിൻ്റെ പ്രസംഗം മനോഹരമായിരുന്നു. എന്നാൽ ഈ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യോഹന്നാനെയും കൂട്ടിയാണ് പോകുന്നത്. അവിടെ ആ ദിവ്യ സ്വഭാവം, കർത്താവിൻ്റെ സ്വഭാവം പ്രകടമാകുന്നത് നമുക്ക് കാണാം. അവിടെ യോഹന്നാനും പത്രോസും കൂടെ ചെല്ലുമ്പോൾ മുടന്തനായ മനുഷ്യൻ അവരെ നോക്കുന്നു. ആ വാക്യം ഒന്ന് നോക്കിയാൽ 3:3-4 അവൻ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി, ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. പത്രോസാണ് പിന്നീട് ശുശ്രൂഷിക്കുന്നത്, പത്രോസാണ് പിന്നീട് സൗഖ്യം കൊടുക്കുന്നത് കർത്താവിനാൽ. പക്ഷെ ഇവിടെ നോക്കുക, തൻ്റെ കൂടെ നിൽക്കുന്ന യോഹന്നാനെ ഒരുമിച്ച് ചേർത്ത് ഞങ്ങളെ നോക്കൂ. എന്നെ നോക്കാനല്ല പറയുന്നത്, ഞങ്ങളെ നോക്കൂ. പ്രിയമുള്ളവരെ, കർത്താവിന് വേണ്ടി ജീവിക്കുന്ന പത്രോസും യോഹന്നാനും, പത്രോസ് യോഹന്നാനെ മാറ്റി നിർത്തുന്നില്ല, ചേർത്ത് പിടിച്ച് നിന്ന് ശുശ്രൂഷ ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ നാം ചിന്തിക്കേണ്ട വളരെ ഗൗരവമുള്ള ഒരു കാര്യം ഞാനിങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഈ ഭൂമിയിൽ തൻ്റെ ശിഷ്യന്മാരെയാണ് ഈ ദൗത്യം ഏൽപ്പിച്ചിട്ട് പോകുന്നത്. അവിടെ ഒരു വേർതിരിവും കർത്താവ് വെച്ചില്ല. എല്ലാവർക്കും ഒരുപോലെ ദൗത്യം കൊടുത്തു. ലോകത്തിൽ മുഴുവൻ പോയി സുവിശേഷം പറയാൻ പത്രോസും യോഹന്നാനും ശിഷ്യന്മാർ അത് ഏറ്റെടുത്തു. പക്ഷേ പത്രോസിന്, ഞാനാണല്ലോ പ്രസംഗിക്കാൻ പോകുന്നത്, യോഹന്നാൻ അങ്ങ് മാറി നിൽക്കട്ടെ, ആ ചിന്തയില്ല. യോഹന്നാനെ ചേർത്ത് പിടിച്ചു. പ്രിയമുള്ളവരെ, മുൻനിരയിൽ നിൽക്കുന്നവരും പിന്നിൽ നിന്ന് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നവരും എല്ലാവരുമുണ്ട്. പക്ഷെ ഇവിടെ ഒരുമിച്ചാണ്. അപ്പോൾ 3000-ലധികം ആളുകൾ, വിശ്വാസികൾ അപ്പുറത്തുണ്ട്, അവർ പ്രാർത്ഥിക്കുന്നവരാണ്. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം പുറകിൽ, മുൻപിൽ നിൽക്കുന്ന പത്രോസ് തൻ്റെ കൂടെ നിൽക്കുന്ന യോഹന്നാനെ ചേർത്ത് പിടിക്കുന്നു. അവിടെ ആളുകൾ രക്ഷിക്കപ്പെടും. പ്രിയമുള്ളവരെ, ഇതായിരുന്നു ആ ദിവ്യ സ്വഭാവം. പ്രാർത്ഥിക്കുന്ന ദൈവജനവും പത്രോസ് ശുശ്രൂഷിക്കാൻ നിൽക്കുന്നു, തന്നോടുകൂടെ ചെല്ലുന്ന യോഹന്നാനെ ചേർത്ത് പിടിക്കുന്നു. അവർ ഒരുമിച്ച് നിന്നപ്പോൾ ആളുകൾ രക്ഷയിലേക്ക് വന്നു. പ്രാർത്ഥിക്കുന്നവരും പ്രയത്നിക്കുന്നവരും പ്രസംഗിക്കുന്നവരും ഒരേ
ചരടിലെ മുത്തുകൾ പോലെ ഒരുമിച്ച് നിൽക്കുന്ന മനോഹര നിമിഷം. അവിടെ ദൈവം അത്ഭുതകരമായി ഇടപെടുന്നു, അത്ഭുതകരമായി പ്രവർത്തിക്കുന്നു. പിന്നീട് നാം വായിക്കുന്നുണ്ട്, അവരുടെ എണ്ണം 5000 പുരുഷന്മാരുടെ എണ്ണം തന്നെ. പ്രിയമുള്ളവരെ, ഈ ഭാഗമൊക്കെ വായിക്കുമ്പോൾ സങ്കടം തോന്നാറുണ്ട്. അതെന്താ അങ്ങനെ ഒരു സങ്കടം തോന്നല്? അവരുടെ ഒരുമയും ആ ദിവ്യ സ്വഭാവത്തിൻ്റെ പ്രവൃത്തി പദത്തിൽ അത് വന്നപ്പോൾ അവരുടെ അടുക്കലേക്ക് ആളുകളെ അയക്കാൻ കർത്താവ് തയ്യാറായി. രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ദൈവസഭയിലെ അംഗങ്ങൾ വർദ്ധിച്ചു വരുന്നു. പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ കർത്താവിൻ്റെ സ്വഭാവം അവർ പ്രകടിപ്പിച്ചപ്പോൾ കർത്താവിൻ്റെ ലക്ഷ്യം പിതാവിൻ്റെ മഹത്വമായിരുന്നെങ്കിൽ ഇവരുടെ ലക്ഷ്യം കർത്താവിൻ്റെ മഹത്വമായിരുന്നത് കൊണ്ട് കർത്താവ് അവരുടെ അടുക്കലേക്ക് രക്ഷിത ഗണത്തെ കൂട്ടിക്കൊണ്ടേയിരുന്നു. ഞാനിവിടെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കുന്നവരും പ്രയത്നിക്കുന്നവരും പ്രസംഗിക്കുന്നവരും ദൈവസഭയിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ, ആ ദിവ്യ സ്വഭാവം പ്രകടമാകുമ്പോൾ ആളുകൾ രക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. ആളുകൾ ദൈവസഭയുടെ അംഗങ്ങളായി വർദ്ധിച്ചുകൊണ്ടിരിക്കും. ദിവ്യ സ്വഭാവം. ഇവിടെ ഞാൻ ഒരു കാര്യം കൂടെ ചേർത്ത് പറയാം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ കർത്താവ് തൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്ന വാക്യമാണെങ്കിലും ഞാൻ അതിനെ ഇതിനോട് ചേർത്തൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം, അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 12:32, ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കലേക്ക് ആകർഷിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. ഇത് താൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ച് പറഞ്ഞതത്രേ. അത് ശരി തന്നെയാണ്, കർത്താവിൻ്റെ മരണം, ക്രൂശ് മരണത്തെക്കുറിച്ച് പറയുന്ന. എന്നാൽ അതിനൊരു ആത്മീക ആശയമുണ്ട്. ഒരുമിച്ച് നിന്ന് തൻ്റെ ജനം ക്രിസ്തുവിനെ എപ്പോഴെല്ലാം ഉയർത്തുന്നുവോ അപ്പോഴെല്ലാം ക്രിസ്തുവിങ്കലേക്ക് ആളുകൾ ആദായപ്പെടും. കർത്താവ് ആകർഷിക്കും തൻ്റെ അടുക്കലേക്ക്. ഇവിടെ അതാണ് സംഭവിക്കുന്നത്. പത്രോസും യോഹന്നാനും ചേർന്ന് നിൽക്കുമ്പോൾ 3000-ലധികം വിശ്വാസികൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി ഒരുമിച്ച് അവർ നിൽക്കുന്ന സമയത്ത് കർത്താവ് പ്രവർത്തിക്കുകയാണ്. പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ കർത്താവിൻ്റെ പ്രവൃത്തി നാം ഇവിടെ കാണുന്നു. നമ്മുടെ സഭകളിൽ ഇതേ നിലയിൽ തുടർന്നാൽ, ഞാനിങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, അതെൻ്റെ ഒരു അമിതമായ ആഗ്രഹമാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാ സഭകളിലും അങ്ങനെ തന്നെ വേണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ ഞാൻ പറയുകയാണ്. നമ്മുടെ സഭകളെല്ലാം നിറഞ്ഞു കവിയട്ടെ. അനേകർ നമ്മുടെ നാട്ടിൽ നിന്ന് കർത്താവിങ്കലേക്ക് വരട്ടെ. ഈ ഒത്തൊരുമ, ദിവ്യ സ്വഭാവം നമ്മളിൽ പ്രകടമാകുന്നത് കണ്ടിട്ട് ഒരുമിച്ച് പ്രയത്നിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ശുശ്രൂഷിക്കുന്നവരും ഒരേ ആത്മാവിനാൽ നിന്ന് കർത്താവിനെ ഉയർത്തുമ്പോൾ, ആ ദിവ്യ സ്വഭാവം പ്രകടമാകുമ്പോൾ ആളുകൾ കർത്താവിലേക്ക് വരും. പ്രിയമുള്ളവരെ, നമ്മുടെ സഭകളൊക്കെ അങ്ങനെ നിറയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മറ്റൊരു സ്വഭാവം നാം കാണുന്നത് അപ്പസ്തോല പ്രവൃത്തി 5-ാം അധ്യായം 40-41 വാക്യങ്ങൾ. അവിടെ അവരുടെ മറ്റൊരു ദിവ്യ സ്വഭാവം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. 40-41 അവർ അവനെ അനുസരിച്ചു, അപ്പസ്തോലന്മാരെ വരുത്തി അടുപ്പിച്ചു. ഇനി യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കരുത് എന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു. തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചും കൊണ്ട് ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടുപോയി. അപ്പോൾ അവരുടെ ഉള്ളിൽ നമ്മുടെ കർത്താവ് പിതാവിന് വേണ്ടി എന്തും സഹിക്കാൻ തയ്യാറായിരുന്നു. എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നത് പോലെ കർത്താവിൻ്റെ ജീവിത കാലഘട്ടം മുഴുവൻ ഭയഭക്തി പൂണ്ട് ജീവിച്ചു. ഒത്തിരി പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. ആ പ്രതിസന്ധികളിലൂടെ കടന്നു പോയതെല്ലാം പിതാവിൻ്റെ മഹത്വത്തിനായിരുന്നു എന്നുള്ള വ്യക്തത തിരുവെഴുത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നു. ഇവിടെ ശിഷ്യന്മാർക്ക് അതേ സ്വഭാവം. അവർ പറയുകയാണ്, അവരെ തല്ലിയപ്പോൾ ഈ നാമത്തെ പ്രതി കുറെ തല്ല് കിട്ടിയല്ലോ എന്നല്ല അവർ പറയുന്നത്. അവർ പറയുകയാണ്, പിതാവ് പുത്രനെ തെരഞ്ഞെടുത്ത് ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞങ്ങൾ അയോഗ്യരാ, പക്ഷെ ഞങ്ങളെ യോഗ്യരായി എണ്ണിയല്ലോ. എന്തിനാ? തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ. പ്രിയമുള്ളവരെ, പിതാവിന് വേണ്ടി തൻ്റെ ജനത്തെ നേടുവാൻ ക്രൂശിതനായി തീരാൻ കർത്താവ് ആ അപമാനങ്ങൾ മുഴുവൻ സഹിക്കാൻ ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ്
5 കോടതികളിൽ 6 പ്രാവശ്യം വിസ്തരിക്കപ്പെടുമ്പോഴും അപമാനത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നുപോയി അത് സഹിച്ച ആ കർത്താവിൻ്റെ അതേ സ്വഭാവം അവരിലേക്ക് വന്നിട്ട് അവർ പറയുകയാണ്, തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ ഞങ്ങൾ യോഗ്യരായി എണ്ണപ്പെട്ടല്ലോ. അവരുടെ ഹൃദയം ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. അവരുടെ ചിന്തകൾ, അവരുടെ മനസ്സ്, അവരുടെ ഏകാഗ്രത, ഇതെല്ലാം അവിടെ പ്രകടമാകുന്നു. പിതാവിന് വേണ്ടി പിതാവ് പറഞ്ഞിട്ട് പുത്രൻ സഹിച്ചു, ഞങ്ങൾക്ക് വേണ്ടിയാ. പക്ഷെ ഇപ്പോൾ അവർ പറയുന്നു, അതൊക്കെ കണ്ട് തിരിച്ചറിഞ്ഞ് അവർ പറയുന്നു, ഇപ്പോൾ ഞങ്ങളുടെ കർത്താവിന് വേണ്ടി ഒരു തല്ലെങ്കിലും കൊള്ളാൻ ഞങ്ങൾക്ക് സാധിച്ചല്ലോ. അതിലവർ സന്തോഷിക്കുകയാണ്. ഈ കഷ്ടാനുഭവങ്ങളിലൂടെ പോയപ്പോൾ തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് ക്രൂശിനെ സഹിച്ചവനാണ് അവരുടെ മാതൃക. അതുകൊണ്ട് അവർ പറയുന്നു, ഞങ്ങൾ തല്ലുകൊണ്ടു, ശരിയാ, പക്ഷെ അത് അങ്ങനെ ഞങ്ങളെ യോഗ്യരായി എണ്ണി ഞങ്ങളെ തല്ലുകൊള്ളിച്ചതാ, അതിന് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവിന് വേണ്ടി തല്ലുകൊള്ളുമ്പോൾ അവർ സന്തോഷിക്കുന്നു. അതായിരുന്നു കർത്താവിൻ്റെ സ്വഭാവം. പ്രിയമുള്ളവരെ, ഇന്ന് ഞാനും നിങ്ങളും കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോൾ, കർത്താവിന് വേണ്ടി അല്പമെങ്കിലും ഇന്ന് നമുക്ക് കേരളത്തിൽ അധികമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, അല്പമെങ്കിലും കർത്താവിന് വേണ്ടി അപമാനം സഹിക്കുവാൻ നമുക്ക് സാധിച്ചാൽ കർത്താവിൻ്റെ സ്വഭാവം നമ്മിൽ പ്രകടമാകുകയാണ്. സ്വർഗത്തിൻ്റെ കൃപ അവരുടെ മേൽ ചൊരിഞ്ഞു. അതവർ പ്രകടമാക്കി, വെളിപ്പെടുത്തി. തിരിച്ചടി ഒന്നും കൊടുത്തില്ല. അവർ പിന്നീട് ഈ ശുശ്രൂഷ ചെയ്ത് പോയതല്ലാതെ അവർ ഒരു വാക്കും എതിര് പറഞ്ഞില്ല. കർത്താവ് പത്രോസ് അപ്പസ്തോലൻ എഴുതിയതും അത് തന്നെയാണല്ലോ. ശകാരിച്ചിട്ടും പകരം ശകാരിക്കാതെ, ഭീഷണിപ്പെടുത്താതെ, ന്യായമായി വിധിക്കുന്നവങ്കൽ കാര്യം പരമേൽപ്പിച്ച കർത്താവിൻ്റെ അതേ സ്വഭാവത്തോടുകൂടെ, ആ ദിവ്യ സ്വഭാവത്തോടുകൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, അങ്ങനെ തന്നെയാണല്ലോ നാം അവിടെ വായിക്കുന്നത്, അവർ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവിടുന്ന് കടന്നു പോരുകയാണ്. ക്രിസ്തു കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നുപോയത് പിതാവിനെ മഹത്വപ്പെടുത്തുവാനാണ്. ഇവരിവിടെ തല്ലുവാങ്ങുന്നത്, കർത്താവിന് വേണ്ടി തല്ലുവാങ്ങുന്നത് കർത്താവിനെ മഹത്വപ്പെടുത്താനാണ്. അവർ അതിലൂടെ മഹത്വപ്പെടുത്തി. പ്രിയമുള്ളവരെ, ഇതായിരുന്നു ആദിമസഭ. അങ്ങനെ അനേകരുണ്ട് ആദിമസഭയിലെ അനുഭവങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു പറ്റം ചെറുപ്പക്കാരെന്നാണ് എൻ്റെ ഒരു ധാരണ, മേശമേലുള്ള ശുശ്രൂഷയ്ക്കായിട്ടാക്കുന്നു. അവരുടെ സ്വഭാവം നമുക്കൊന്ന് പരിശോധിക്കാം. അതിൽ സ്തെഫാനോസിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു പരാമർശം നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 6:3 അവരെക്കുറിച്ച് പറയുന്നത്, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാർ. എന്നാൽ അതിൽ 10-ാം വാക്യം ഒന്ന് നോക്കുക. എന്നാൽ അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്ത് നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇവിടെ സ്തെഫാനോസിൻ്റെ പ്രത്യേകതയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ജ്ഞാനവും ആത്മാവും മേശമേലുള്ള ശുശ്രൂഷയുടെ സമയത്തും സ്തെഫാനോസിനുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ആ പ്രാപ്തി ഉണ്ടായിരുന്നിട്ടും ഒരക്ഷരം പോലും, എനിക്കിത്രയും പ്രാപ്തിയില്ലേ, എനിക്കിത്രയും കഴിവില്ലേ, ഞാൻ ഈ മേശയിലാണോ ശുശ്രൂഷിക്കേണ്ടത് എന്നൊന്നും ചോദിച്ചില്ല. ആ കഴിവും പ്രാപ്തിയും എല്ലാം ഉണ്ടായിരുന്നിട്ടും ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ശുശ്രൂഷ മാത്രം ചെയ്യുവാൻ താല്പര്യപ്പെട്ടു. അത് അങ്ങനെ തന്നെയല്ലേ നമ്മുടെ കർത്താവും കാണിച്ചത്? അത് തന്നെയല്ലേ? പിതാവിൻ്റെ മുമ്പാകെ തനിക്ക് നിരവധി ദൈവമെന്നുള്ള നിലയിൽ പല പ്രാപ്തികളും കഴിവുകളും ഉണ്ടായിരുന്നിട്ടും പിതാവ് പറയുന്നതിനപ്പുറത്തേക്ക് നീങ്ങാതെ പിതാവിൻ്റെ മഹത്വത്തിനായി ആ ദിവ്യ സ്വഭാവം വെളിപ്പെടുത്തിയതുപോലെ ഇവിടെ സ്തെഫാനോസിൽ അതേ സ്വഭാവം കാണുന്നു. തനിക്ക് ജ്ഞാനവും ആത്മാവും എല്ലാം ഉണ്ട്, പക്ഷെ ഏൽപ്പിച്ചത് മാത്രം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, അതാണ് ആ ദിവ്യ സ്വഭാവത്തിൻ്റെ പ്രവൃത്തി. നമ്മുടെ ജീവിതത്തിലും നമുക്ക് കഴിവും പ്രാപ്തിയൊക്കെ ഉണ്ടായിന്ന് വരാം. പക്ഷെ കർത്താവ് ഏൽപ്പിക്കുന്നത് മാത്രം ചെയ്യുമ്പോഴാണ് ആ ദിവ്യ സ്വഭാവം നമ്മിൽ പ്രകടമാകുന്നത്. അത് അവരിൽ ഉണ്ടായിരുന്നു. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനത് ചെയ്തോളാം, എനിക്കാ കഴിവ് പ്രാപ്തി എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. അവരെ ഏൽപ്പിച്ചത് വിനയത്തോടെ വിധേയത്വത്തോടെ ചെയ്യുന്നവരായിരുന്നു ആ കാലഘട്ടത്തിലെ വിശ്വാസികൾ. ആ ദിവ്യ സ്വഭാവം അവർ പ്രകടമാക്കിയിരുന്നു. അതിലൂടെ ദൈവ മഹത്വമാണ് അവർ ലക്ഷ്യമിട്ടിരുന്നത്. ഞാൻ ഒരു വാക്ക് അതിനോട് ചേർത്തൊന്ന് പറഞ്ഞങ്ങ് നിർത്താം. അങ്ങനെ ലക്ഷ്യമിട്ടാൽ ഒരു ഗുണമുണ്ട്. പ്രവർത്തികളുടെ പുസ്തകം 7-ാം അധ്യായം
55 വാക്യത്തിൽ സ്തെഫാനോസിനെ തെരഞ്ഞെടുക്കുമ്പോൾ തൻ്റെ കഴിവോ പ്രാപ്തിയോ ഒന്നും തനിക്ക് പ്രധാനമല്ലായിരുന്നു. ദൈവം ഏൽപ്പിച്ചത് ചെയ്യുക, ദൈവമഹത്വത്തിനായിട്ട് ചെയ്യുക, അത് മാത്രമേ ലക്ഷ്യമുണ്ടായിരുന്നുള്ളൂ. അതിനോട് ചേർത്തൊരു വാക്കങ്ങ് പറയുക, 7:55 അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. പ്രിയമുള്ളവരെ, ദൈവമഹത്വത്തിനായി മാത്രം തൻ്റെ കഴിവുകൾ നിരവധി ഉണ്ടായിട്ടും ദൈവമേൽപ്പിച്ചത് ദൈവമഹത്വത്തിനായിട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ ജീവിച്ച സ്തെഫാനോസിന് പടിപടിയായി ദൈവം ഉയർത്തുന്നുണ്ട്. എന്നാൽ ഒടുവിൽ ആ വാക്കെന്നെ വല്ലാതെ സ്പർശിച്ച വാക്ക, ദൈവമഹത്വം കണ്ടു. പ്രിയമുള്ളവരെ, ദിവ്യ സ്വഭാവം ജീവിതത്തിൽ പ്രകടമാക്കിയ സ്തെഫാനോസിനെ സ്വർഗം കാണിച്ചു കൊടുത്തത് ദൈവത്തിൻ്റെ മഹത്വമാണ്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും കർത്താവിൻ്റെ മഹത്വത്തിനായി മാത്രം ജീവിക്കാൻ ശ്രമിച്ചാൽ ഒടുവിൽ അതേ മഹത്വം നമ്മുടെ കൺമുൻപിൽ ദൈവം കാണിക്കും. മരണത്തിന് മുമ്പ് സ്തെഫാനോസ് അത് കാണുന്നു. എൻ്റെ ആശയത്തോട് ബന്ധപ്പെട്ടങ്ങ് സൂചിപ്പിച്ചെന്ന് മാത്രം. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവ മഹത്വത്തിനായി മാത്രം നിൽക്കാൻ ബാധ്യസ്ഥരാണ്. ഒരു വാക്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അനേക ആശയങ്ങൾ ഇതിൻ്റെ ചുവട് പിടിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് തരും. 1 കൊരിന്ത്യർ 6:20 വാക്യത്തിൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. പ്രിയമുള്ളവരെ, ആദിമസഭ അവർ ദിവ്യ സ്വഭാവം പ്രകടമാക്കിയത് ദൈവമഹത്വത്തിനു വേണ്ടിയാണ്. നമ്മുടെ ഈ ജീവിതം കൊണ്ട്, നമ്മുടെ ശുശ്രൂഷകൾ കൊണ്ട്, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട്, നമ്മുടെ സംസാരം കൊണ്ട് ഈ കർത്താവിൻ്റെ നാമം മഹത്വം എടുക്കട്ടെ. അങ്ങനെ തന്നെ ചിന്തിച്ച് ജീവിക്കുവാൻ, മഹത്വം കണ്ട് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുവാൻ സ്തെഫാനോസിനെ പോലെ നമുക്ക് സാധിക്കട്ടെ. ദിവ്യ സ്വഭാവം ദൈവസഭയിൽ നമുക്കിന്നും പ്രകടമാക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.